വെൽക്കം സ്റ്റുഡൻസ്. നമ്മളപ്പോൾ ഇന്ന് ലെൻസസ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. റിഫ്രാക്ഷൻ്റെ തന്നെ ഭാഗമായിട്ട് പഠിക്കാനുള്ളതാണ് ലെൻസസ്. നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? വേറൊരു മീഡിയയിലേക്ക് ലൈറ്റ് കയറുമ്പോൾ അതിൻ്റെ ലൈറ്റ് കടന്നു വരുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറയും. അതിൻ്റെ ഭാഗമായിട്ട് ഇറ്റ് വിൽ ബെൻഡ്. ഒരു സാഹചര്യത്തിലൊഴികെ ബാക്കി എല്ലാ കേസിലും അത് ബെൻഡ് ചെയ്യും. പക്ഷേ സ്പീഡ് കുറയും എന്നുള്ളത് ഡെഫിനറ്റാണ്. ഓക്കെ, നൗ നമ്മൾ അതേപോലെ ഒരു മീഡിയമാണ് ഇപ്പോൾ എടുക്കുന്നത്. ദിസ് ഈസ് എ ഗ്ലാസ് ട്യൂബ്. വലിയ ഇവിടെ ഒരു ലൈറ്റ് ബീം, ഈ നടുക്ക് റൗണ്ട് വരച്ചേക്കണം നിങ്ങളിപ്പോൾ കാണണ്ട. ഞാനത് പിന്നെ വരയ്ക്കാനുള്ള സൗകര്യത്തിൽ അങ്ങനെ നേരത്തെ വരച്ച് വെച്ചെന്നേള്. ഇങ്ങനെ നേരെ ഒരു ലൈറ്റ് ബീം വന്നു എന്നിരിക്കട്ടെ, ഒരു ലൈറ്റ് റേ നേരെ ഇങ്ങനെ കടന്നു വന്നു. സോ ഇതാണ് ഗ്ലാസ്, ഇത് ഗ്ലാസ്സാണ്, ഇത് എയറാണ്. ഈ ഗ്ലാസ് എയർ ഇൻ്റർഫേസിൽ വരുമ്പോഴത്തേക്ക് വാട്ട് വിൽ ഹാപ്പൻ? അതിൻ്റെ സ്പീഡ് കുറയും, ആ ലൈറ്റിൻ്റെ സ്പീഡ് കുറയും. പക്ഷേ നോർമലുമായിട്ട് എങ്ങനെ ഇരിക്കണം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണെന്നുള്ളത് അനുസരിച്ചിരിക്കും അതിൻ്റെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇവിടെ നോക്കിക്കുക, വാട്ട് ഈസ് ദ നോർമൽ? ഈ നോർമൽ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഈ സർഫസ് എ ബി, ഈ എ ബി എന്ന് പറയുന്ന സർഫസിൻ്റെ നോർമലും ഇത് തന്നെയാണ്. ദിസ് ഈസ് ദ നോർമൽ, ഇതാണ് നോർമൽ. അപ്പോൾ നൗ ദിസ് ഈസ് പാരലൽ ടു നോർമൽ, ദിസ് റേ. അല്ല, ഇവിടുത്തെ നോർമൽ വരച്ചാൽ ഇതായിരിക്കും നോർമൽ. അപ്പോൾ നോർമലിന് പാരലായിട്ട് വരിക. ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് 0. സോ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ വിൽ ഓൾസോ ബി 0. ഇവിടെ ഡീവിയേഷൻ ഒന്നും നടക്കില്ല. സ്പീഡ് ഒരല്പം കുറയുമെങ്കിലും ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് പോയിക്കോളും. ലൈറ്റ് ബീം യാതൊരു ഡീവിയേഷനും ഇല്ലാതെ അങ്ങ് പോകും. ദിസ് വിൽ ഹാപ്പൻ ഇൻ ഗ്ലാസ്. ഇനിയാണ് നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത്, ഈ ഗ്ലാസ് ട്യൂബ് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇരിക്കുന്ന ഗ്ലാസ് ട്യൂബാണ്. അതിന്മേൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഉരച്ച് കളഞ്ഞു, കുറേ പോളിഷ് ചെയ്ത് കളഞ്ഞു. ഇങ്ങനെ ഉരച്ചരച്ച് കളഞ്ഞിട്ട് ഈ ഒരു സർഫസ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. മനസ്സിലായോ? ദാറ്റ് ഈസ്, അങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ എന്ത് പറ്റും? ഈ സർഫസ് ഇതിങ്ങനെ ഉരുട്ടിയാണ് എടുത്തത് ഞാൻ. അപ്പോൾ ദിസ് പാർട്ട് വിൽ ബിക്കം സ്പെറിക്കൽ. ഇങ്ങനെ ഇരിക്കും, സ്പെറിക്കലായിട്ടിരിക്കും. അങ്ങനെ സ്പെറിക്കലായിട്ട് മാറ്റി ഉരച്ച് കഴിഞ്ഞപ്പോൾ ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് ദ ഗ്ലാസ് ട്യൂബ്. ഇതാണ് ഗ്ലാസ് ട്യൂബിൻ്റെ ഷേപ്പ്. ഇപ്പോൾ ഇങ്ങനെ ഉരുട്ടിയെടുത്തു, മനസ്സിലായി? ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞിട്ട്, ഉരുട്ടിയത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഒരു സ്പെറിക്കൽ ഷേപ്പാക്കി എടുത്ത് ഈ ഭാഗം ഒരു സ്പെറിക്കൽ ഷേപ്പായിട്ടെടുത്തു. ആ സ്പിയർ ഇങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് എ റേഡിയസ് ആർ. ഇത് അതിൻ്റെ സെൻറ്ററായിരിക്കും. നോ, ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരു ലൈറ്റ് ബീം ഇങ്ങനെ കടന്നു വരുന്നതായിട്ട് ചിന്തിക്കുക. ഇതാണ് ഒരു ലൈറ്റ് റേ. ഈ ലൈറ്റ് റേ കടന്നു കഴിയുമ്പോൾ ഇറ്റ് ഈസ് ഫോളിങ് ഓൺ ദിസ് സർഫസ് പി അറ്റ് എ പോയിന്റ് പി. ഈ പിയുടെ നോർമൽ ഏതായിരിക്കും? ആ പി എന്ന് പറയുന്ന സർഫസിൻ്റെ നോർമൽ ഏതായിരിക്കും? പി എന്ന് പറയുന്ന സർഫസിൻ്റെ നോർമൽ സ്പെറിക്കൽ സർഫസ്. മിറേഴ്സിൽ നമ്മൾ പഠിച്ചു, സ്പെറിക്കൽ സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നോർമൽ എന്ന് പറയുന്ന ലൈൻ ഇറ്റ് വിൽ പാസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ സ്പിയർ. അപ്പോൾ ഇതാണ് സ്പിയർ. ഞാൻ 2 ഡയമെൻഷനായിട്ട് വരച്ചപ്പോൾ ഇത് സർക്കിളായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ സ്പിയർ ആൻഡ് ദിസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദിസ് ഈസ് ദ നോർമൽ. ഇതാണ് നോർമൽ. അപ്പോൾ ഇതാണ് നോർമൽ. നൗ ദിസ് ഇൻസിഡൻറ്റ് റേ ഈസ് നൗ മേക്കിംഗ്, നേരത്തെ ഇൻസിഡൻസ് 0 ആയിരുന്നു. ഞാനിവിടെ കർവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോം ചെയ്യുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി. ഇനി ഈ റേയുടെ കാര്യം ഒന്ന് ആലോചിക്കാം. ഈ റേയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഫോളിങ് ഒബ്ലീക്ലി അറ്റ് ദ പോയിന്റ് പി. അപ്പോൾ എന്ത് പറ്റും? ദിസ് ഈസ്
denser medium and this is rarer medium. So what will happen? The light will bend towards the normal. ഇങ്ങനെ പോകും ലൈറ്റ് ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇത് ഗ്ലാസ് തന്നെയാണ്. ഇതിങ്ങനെ നേരെ അങ്ങനെ കിടന്നങ്ങൾ പോകും. മനസ്സിലായി? ഇനി അപ്പോൾ എന്ത് പറ്റും? ഈ ലൈറ്റിൻ്റെ നേരത്തെ ഗ്ലാസ് വെറുതെ പ്ലെയിൻ ആയിരുന്നപ്പോൾ ഇത് വെറുതെ പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇവിടെ ഒരു സിലിണ്ടറിക്കൽ സർഫസാക്കി ഞാൻ മാറ്റിക്കഴിഞ്ഞപ്പോൾ ദ റേ ഹാസ് ബെൻഡ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ പാത്ത്. ഇനി ഞാൻ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഇങ്ങനെ ഉരുട്ടിയിരിക്കുകയാണ് ഈ ഭാഗം ഇങ്ങനെ സ്പെറിക്കലായിട്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഗ്ലാസിൻ്റെ ഈ ഭാഗവും മുറിച്ച് കളയണം. ഈ ഭാഗവും മുറിച്ച് കളയണം. Now I have made a spherical shape like this. ഒരു സ്പിയർ ഉണ്ടാക്കി ഞാൻ അതുകൊണ്ട്. ഇപ്പോൾ ഉരുണ്ട ഒരു ഗ്ലാസ് സ്പിയറാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ ലൈറ്റ് ബീം ഇതിലേ വന്ന് ഇവിടെ Q എന്ന് പറയുന്ന പോയിന്റിൽ വരുമ്പോൾ, Q എന്ന് പറയുന്ന പോയിന്റിൽ വരുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? ഞാൻ ആ സ്പെറിക്കൽ സാധനത്തിനെ ഒരു സ്പിയറാക്കി എടുത്ത് മാറ്റിക്കഴിഞ്ഞു. ഇവിടെ വരുമ്പോൾ എന്ത് പറ്റും? സി, ദിസ് വിൽ ബി ദ നോർമൽ. ആ ക്യൂവിൻ്റെ നോർമൽ നമുക്കൊന്ന് വരയ്ക്കാം. ഇതാണ് നോർമൽ. ഇവിടെ ഡെൻസർ ടു റെയറർ മീഡിയത്തിലേക്ക് കടക്കുകയാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. കണ്ടോ? ഇങ്ങനെ പോകും, ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ പോയിരുന്നൊരു ലൈറ്റിനെ നമുക്കിങ്ങനെ അങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യിക്കാൻ പറ്റി. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, വേറെ ഒരു ലൈറ്റ് ബീം ഇതിലേ വരികയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ നോർമലിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും. ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് നോർമൽ. അപ്പോൾ എന്ത് പറ്റും? ഇറ്റ് ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഇങ്ങനെ പോകും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ നോർമലിൻ്റെ ഡയറക്ഷൻ ഇതായിരിക്കും. സോ ഹിയർ ഇറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. ഇങ്ങനെ രണ്ട് റേ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് പാരലൽ റേസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് പറ്റും? ഇറ്റ് വിൽ കം ആൻഡ് ഇത് രണ്ടിൻ്റെയും ഡയറക്ഷൻ, ഈ സ്പെറിക്കൽ സർഫസ് സ്പെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഇതായിട്ട്, അതായത് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ രണ്ട് റേ ഞാൻ പറഞ്ഞപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടുമുട്ടി. രണ്ട് പാരലൽ റേസ് ആയിരുന്നു ഇത്. പക്ഷേ ആ രണ്ട് പാരലൽ റേസിനെ ഞാനൊരു സ്പിയറിൻ്റെ ഷേപ്പിലുള്ള ഒരു ഗ്ലാസ്സിനകത്തുകൂടി കയറ്റിപ്പോൾ, ഒരു ഡെൻസർ മീഡിയത്തിൽ കൂടി കയറ്റി വിട്ടപ്പോൾ വാട്ട് ഹാപ്പൻഡ്? ഇറ്റ് ഹാസ് കൺവേഴ്സ് ടു സം പോയിന്റ്. അപ്പോൾ മനുഷ്യൻ ഈ കണ്ടുപിടിക്കാനുണ്ടായിരുന്ന സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാകൃത മനുഷ്യൻ മഞ്ഞ് കാലത്ത് തീ ഉണ്ടാക്കാനായിട്ട് അവർ ഈ മഞ്ഞ് തന്നെ ഇതേപോലെയൊക്കെ ചെയ്ത് ഒരു സ്പെറിക്കൽ ഷേപ്പാക്കിയിട്ട് സൂര്യന് നേരെ പിടിച്ചപ്പോൾ, ചെറിയതായിട്ട് ആ സൂര്യപ്രകാശം വരുന്ന സമയത്ത് കൊടും തണുപ്പിൽ ഇതായിട്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? അവരുടെ ഏതെങ്കിലും വസ്തുക്കൾ, വല്ല ഇലയോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും, അന്ന് പേപ്പർ ഉണ്ടായി കാണില്ല, ഇലയോ അങ്ങനെ എന്തെങ്കിലും ഉണങ്ങിയ ഇലകൾ കത്താൻ തുടങ്ങി. അപ്പോൾ മനുഷ്യന് മനസ്സിലായി, അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം. മനുഷ്യന് മനസ്സിലായി ഈ ഇത്തരം സാധനങ്ങൾ നമ്മൾ, ഐസ് പോലുള്ള സാധനങ്ങൾ നമ്മൾ ഒരു സ്പെറിക്കൽ ഷേപ്പിലൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിന് ലൈറ്റിൻ്റെ ഡയറക്ഷൻ മാറ്റി അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടെന്ന് മനസ്സിലായി. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരം സാധനങ്ങൾ, അതായത് ശരിക്കുള്ള ഗ്ലാസ്, ഒരു പ്ലെയിൻ ഗ്ലാസ്സിനെ നമ്മളതിലൊരു സ്പെറിക്കൽ ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഡു മാജിക്, വി ക്യാൻ ഷോ മാജിക് ഓവർ ദാറ്റ് എന്ന് മനസ്സിലായി. സോ ഇങ്ങനെ സ്പെറിക്കൽ ഷേപ്പിലേക്ക് ഈ ഗ്ലാസ്സിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഡെൻസർ മീഡിയത്തിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് എ ലെൻസ്. അപ്പോൾ അത്തരം സ്ട്രക്ചറിൻ്റെ പഠനമാണ് ലെൻസസിൽ നമുക്ക് പഠിക്കാനുള്ളത്.
And let us see what are the different type of lenses. അപ്പോൾ ലെൻസസ് എന്ന് പറയുന്നത് ഈ സ്പെറിക്കൽ ഷേപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരെണ്ണം നമ്മൾ മുറിച്ചെടുക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഡെൻസർ മീഡിയത്തിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സ്പെറിക്കൽ ഷേപ്പിൽ എടുത്തു കഴിഞ്ഞാൽ we call that thing as lens. നിങ്ങൾ വെറുതെ പ്ലാസ്റ്റിക് കൂടിൽ, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കൂടിൽ നിങ്ങൾ ഇത്തിരി വെള്ളം നിറച്ചിട്ട് നിങ്ങളതെടുത്താലും ദാറ്റ് ഈസ് എ ലെൻസ്, ഓർ ദാറ്റ് വിൽ ബിക്കം എ ലെൻസ്. കാരണം അതിന് ബൾജ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്പെറിക്കൽ പാർട്ട് ഉണ്ടാവും, ആ പാർട്ട് ഇറ്റ് വിൽ ബിഹേവ് ആസ് എ ലെൻസ്. അപ്പോൾ നമുക്കിനി ലെൻസസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ ലൈറ്റിന് ഈ പ്രോപ്പർട്ടി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പീപ്പിൾ ഹാവ് ഡെവലപ്ഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെൻസസ് യൂസിങ് ഗ്ലാസ്. ഇനീഷ്യലി ഗ്ലാസ് കൊണ്ട് തന്നെ ഉണ്ടായത്, ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ഷേപ്പ്. ഞാനിപ്പോൾ ആദ്യം ചെയ്ത ലെൻസ് എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് സ്പെറിക്കൽ. ഇങ്ങനെ സ്പെറിക്കൽ വേണമെന്നൊന്നുമില്ല. ഇതാണ് ഗ്ലാസിൻ്റെ ട്യൂബ്, അതിനെ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. സോ ദിസ് വിൽ ബിക്കം എ ലെൻസ്. ഇനി നിങ്ങൾക്ക് ഈ ഗ്ലാസ് ട്യൂബിൻ്റെ ഈ അറ്റവും ഇതുപോലെ തന്നെ ഒരേ ഇതിലുള്ള ഇങ്ങനെയും മുറിച്ചെടുക്കാം നിങ്ങൾക്ക്. എന്നിട്ട് ഈ പാർട്ടും കൂടി കൂട്ടിമുട്ടിക്കാം. സോ ഹൗ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ ഇരിക്കും. ഈ പാർട്ടും രണ്ടും സ്പെറിക്കലാക്കി, ഇങ്ങനെ ഒരു സ്പിയർ, ഇങ്ങനെ ഒരു സ്പിയർ. അങ്ങനെ ആ സ്പിയറിൻ്റെ രണ്ട് പാർട്ടും കൂടി കൂട്ടിമുട്ടിച്ചിട്ട് അത് അറുത്തെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ ആ ജോയിനിങ് പോയിൻ്റ് കാണില്ല എന്ന് വിചാരിക്കുക. അത്ര നന്നായിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്താൽ ദിസ് ഈസ് ഓൾസോ എ ലെൻസ്. അതല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഇങ്ങനെ ഒരു ട്യൂബ്, സിലിണ്ടറിക്കൽ സർഫസ് ഉള്ള ട്യൂബിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ മുറിച്ചു വന്നിരിക്കട്ടെ, ഇങ്ങനെ അകത്തോട്ട് മുറിച്ചു. അപ്പോൾ ഇതും ഒരു സ്പിയറിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയാണ് ട്യൂബ് ഇരുന്നത്. ഇങ്ങനെ ഒരു ട്യൂബുലാർ സ്ട്രക്ചർ ഗ്ലാസ് ഇരുന്നു. അതിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു സ്പെറിക്കൽ സർഫസ് ഇമാജിൻ ചെയ്തിട്ട്, ഇമാജിൻ ദാറ്റ് യു ആർ കട്ട് ലൈക്ക് ദിസ്. ഇത്രയും ഭാഗം മുറിച്ച് കളഞ്ഞു. എന്നിട്ട് ഈ ഭാഗവും ഇങ്ങനെ മുറിച്ചെടുത്തു. അപ്പോൾ ഇതാവും ഷേപ്പ്. സോ ദിസ് ഈസ് ഓൾസോ എ സ്പെറിക്കൽ ഷേപ്പ്. ഗ്ലാസ് കട്ട് ഇൻ ദ ഫോം ഓഫ് എ സ്പിയർ. ഒരു സ്പിയറിൻ്റെ പാർട്ടായിട്ട് കട്ട് ചെയ്തു. ഇവിടെ അതുപോലെ തന്നെ കട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങളിത് ഇത്രയും ഭാഗം മുറിച്ച് കളഞ്ഞു. Now you got two surfaces like this. ഇനി ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ എങ്ങനെ ഇരിക്കും? So this will be the shape. അപ്പോൾ ഇങ്ങനത്തെ ലെൻസുകൾ ഏത് സ്പെറിക്കലായിട്ടുള്ള സർഫസ് കട്ട് ചെയ്തെടുത്താലും ദാറ്റ് വിൽ ബിക്കം എ ലെൻസ്. അപ്പോൾ സ്പെറിക്കൽ സർഫസ് എന്ന് വെച്ചാൽ ഇങ്ങനെയാകാം, ഇങ്ങനെയാകാം. ഇങ്ങനെ ഒരു ഭാഗം ചെത്തി മാറ്റിയാലും സ്പെറിക്കൽ സർഫസായി, ഇങ്ങനെ ഒരു ഭാഗം ബാക്കിയുള്ള ഭാഗം ചെത്തി മാറ്റിയാലും ഇങ്ങനെയുള്ളതും സ്പെറിക്കൽ സർഫസായി. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ഷേപ്പ്, ഇത് വേറൊരു ഷേപ്പ്, ഇത് വേറൊരു ഷേപ്പ്, ഇങ്ങനെ രണ്ട് ഷേപ്പിൽ നമുക്കിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, ഒരു ഗ്ലാസ്സിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിനെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. സ്പെറിക്കൽ ഷേപ്പിംഗ് നോട്ടാക്കി മറ്റേ സൈഡ് പാരലാക്കി കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഡിപ്പെൻഡിങ് ഓൺ ദ ഷേപ്പ് ഓഫ് ദ ലെൻസ് വി നെയിം ദം ആസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെൻസസ്. അപ്പോൾ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെൻസസ് ഏതാണെന്ന് നോക്കാം. അതതിൻ്റെ ഷേപ്പിനനുസരിച്ച്, സിലിണ്ടറിക്കൽ ഷേപ്പ് ഏത് രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ലെൻസസിൻ്റെ പേരുകളും. ഓക്കെ, ലേറ്റസ്റ്റ് പഠിക്കാൻ പോകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെൻസസ്. നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്പിയറിൻ്റെ ഭാഗത്തൊന്നും കട്ട് ചെയ്തെടുത്തിട്ട് അത് തമ്മിൽ യോജിപ്പിച്ചാണെന്ന് വിചാരിക്കുക. ദിസ് ഫോംസ് ടു
പാർട്ട് ഓഫ് 2 സ്പിയേഴ്സ്. 2 സ്പിയറിൽ നിന്ന്, ഒരു സ്പിയറിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു, ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു, വേറൊരു സ്പിയറിൽ നിന്ന് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു. ഇത് രണ്ടും കൂടി ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന ലെൻസിന് നമ്മൾ പറയുന്ന പേരാണ് കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ്. ഇനി ഒരു സ്പിയറിൻ്റെ, ഒരു സിലിണ്ടറിൽ നിന്ന് ഇങ്ങനെ ഒരു സ്പിയറിൻ്റെ ഒരു പാർട്ട് മാത്രം ഉണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വി കോൾ ഇറ്റ് ആസ് പ്ലാനോ കോൺവെക്സ് ലെൻസ്. പ്ലാനോ കോൺവെക്സ് ലെൻസ്. ഇനി കോൺകേവോ കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസിൽ തന്നെ കോൺകേവോ കോൺവെക്സ് എന്ന് വെച്ചാൽ ഒരു സൈഡ് കോൺവെക്സ് ആയിരിക്കും, മറ്റേ സൈഡ് കോൺകേവ് ആക്കി വെക്കും. അതായത് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്ന ഒരു ലെൻസിൻ്റെ ഇവിടെ നിന്നും കൂടി ഇച്ചിരിക്കും കട്ട് ചെയ്ത് മാറ്റും. സോ ദിസ് സർഫസ് വിൽ ബിക്കം കോൺകേവ്. അതിനെയാണ് കോൺകേവോ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു മോഡൽ ഞാൻ പറഞ്ഞില്ലേ, സിലിണ്ടർ അകത്തോട്ട്, അല്ല സ്പിയർ നമ്മൾ അകത്തേക്ക് കട്ട് ചെയ്താൽ ദാറ്റ് ഈസ് കോൾഡ് കോൺകേവ് ലെൻസ്. ഇത് പ്ലാനോ കോൺകേവ് ലെൻസ്. ഇത് ഒരു സൈഡ് കോൺകേവ്, പിന്നെ മറ്റേ സൈഡ് കോൺവെക്സ് ആക്കി കളയും, ഇങ്ങനെ കട്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് കോൺകേവ്, കോൺവെക്സോ കോൺകേവ് ലെൻസ്. ഇത് കോൺകേവോ കോൺവെക്സ് ലെൻസ്. മനസ്സിലായോ? ഇതിനെ അപ്പോൾ ഇങ്ങനെ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെൻസസ്. നമുക്കിനി ഈ ലെൻസസൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം സ്പിയറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ഭാഗമാണ്. സ്പിയറിൻ്റെ ഒരു പാർട്ടിൽ നിന്നെടുത്താണ്. ഒരു സ്പിയർ ആദ്യം നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പിലാണ് നമ്മളത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്പിയർ ആകുമ്പോൾ മിറേഴ്സിൻ്റെ കാര്യത്തിലെ പോലെ തന്നെ ഒരു സ്പിയറിൽ നിന്നത് കട്ട് ചെയ്തെടുത്തൊരു ഭാഗമാകുമ്പോൾ ഇറ്റ് വിൽ ഹാവ് ദാറ്റ് പാർട്ട്, ദ പാർട്ട് ഓഫ് ദ സ്പിയർ വിൽ ഹാവ് naturally it will have a center called center of curvature. Center of the curvature. Curvature means the part which you have cut. പിന്നെന്ത് വേണം? ഒരു റേഡിയസ് വേണം, which is called a radius of curvature. And similar to mirrors there will be a focus also. എന്തൊക്കെയാണെന്ന്, അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വരച്ചെടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പേരുകൾ. ഓക്കെ, ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുക. ഒരു സ്പെറിക്കൽ ലെൻസിൻ്റെ കാര്യത്തിൽ ആദ്യം ഞാൻ കോൺവെക്സ് ലെൻസിൻ്റെ കാര്യമാണ് കാണിക്കുന്നത്. സോ ലെറ്റ് us see this is the XY. This is the convex lens. ഈ കോൺവെക്സ് ലെൻസാണ് ഇത്. ഞാൻ ബാക്കിയൊക്കെ വരച്ചേക്കുന്നത് അത് ഏത് സ്പിയറിൽ നിന്ന് കട്ട് ചെയ്തിരിക്കണം, ആ സ്പിയർ അവിടെ ഇമാജിൻ ചെയ്തിരിക്കുകയാണ്. നൗ ഈ പാർട്ടെന്ന് പറയുന്നത് ദിസ് ഈസ് പാർട്ട് 1. ഈ പാർട്ടെന്ന് പറയുന്നത് ഈ ഒരു സ്പിയറിൻ്റെ ഭാഗമായിരുന്നു. ഇതുപോലെ ഒരു സ്പെറിക്കൽ ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ പകുതിക്ക് വെച്ച് ഇത് ഇത്രയും വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് ആ ഒരു പീസാണിത്. ഇത് വേറൊരു സ്പിയർ. ഈ സ്പിയർ അവിടെ റേഡിയസ് 2 നിങ്ങൾ ഇമാജിൻ ചെയ്തോളൂ. അപ്പോൾ വേറൊരു സ്പിയറാണിത്. അതിൽ നിന്ന് ഒരു ഭാഗം ഇങ്ങനെ മുറിച്ചെടുത്തു. ഈ ഒരു ഭാഗം മുറിച്ചെടുത്തിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ മാത്രം എടുത്ത് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ലെൻസ് കിട്ടി, സ്പെറിക്കൽ ലെൻസ് കിട്ടി. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് കോൾഡ് കോൺവെക്സ് മിറർ, കോൺവെക്സ് ലെൻസ്. നൗ ഇതിൻ്റെ ഈ സർഫസ് എന്ന് പറയുന്ന ഒരു സ്പിയറിൻ്റെ പാർട്ടായിരുന്നു. ആ സ്പിയറിൻ്റെ സെൻറ്റർ ലെറ്റ് ഇറ്റ് ബി C1. ഇനി ഇതെന്ന് പറയുന്നത് വേറൊരു സ്പിയറിൻ്റെ പാർട്ടായിരുന്നു. അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ C2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഫേസിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇതും, ഈ ഫേസിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് എ കർവേച്ചർ ആൻഡ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദിസ് ഫേസ് ഈസ് C1 ആൻഡ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദിസ് ഫേസ് ഈസ് C2. ഇതിൻ്റെ റേഡിയസോ, ഈ സ്പിയർ ഏത് പാർട്ടിൻ്റെ സ്പിയർ, ഈ ഭാഗം ഈ ഒരു സ്പിയറിൻ്റെ ഭാഗമായിരുന്നു. അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R1. ഈ ഭാഗമോ, ഈ ഭാഗം ഈ സ്പിയറിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R2. അങ്ങനെയല്ല, ലെൻസിൽ റിഫ്രാക്ഷൻ നടക്കുന്നത് കൊണ്ട് ഒരു ഫേസിൽ കൂടി ഒരു ഭാഗത്തു കൂടി ലൈറ്റ് കടന്നുപോയി മറ്റൊരു ഭാഗത്തുകൂടി പുറത്തോട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ രണ്ട് ഫേസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ ആദ്യം കാണിച്ചില്ലേ, രണ്ടിടത്തു കൂടി പോകുമ്പോഴും രണ്ട് റിഫ്രാക്ഷൻ നടക്കും. ലെൻസിനുള്ളിൽ there will be when a ray passes through a lens, whether it is concave or convex, ഒരു സ്പെറിക്കൽ സ്ട്രക്ചറിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ 2 refractions will occur. അതുകൊണ്ട് രണ്ട് ഫേസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ഇറ്റ് വിൽ ഹാവ് 2 radius of curvature, 2 center of curvature
and there will be 2 focus also. ആ ഫോക്കസിലേക്ക് നമുക്ക് വരാം. 2 foci. ഓക്കെ. നൗ ഇതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത് സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ്, റേഡിയസ് ഓഫ് കർവേച്ചേഴ്സ്. അപ്പോൾ നമ്മൾ റേഡിയസ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്താണെന്ന് പഠിച്ചു. റേഡിയസ്. നൗ ലെറ്റ് us ലേൺ വാട്ട് ഈസ് പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതൊരു കോൺവെക്സ് ലെൻസ് ആണെന്ന് ഇരിക്കട്ടെ. ഈ കോൺവെക്സ് ലെൻസിലൂടെ നമ്മൾ കുറേ പാരലൽ ലൈറ്റ് ബീംസ് ഇങ്ങനെ കടത്തി വിടുകയാണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. സി, ആഫ്റ്റർ റിഫ്രാക്ഷൻ all these will converge to a single point. This point is called a principal focus. ഈ പോയിന്റിനെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ അതിന് പാരലലായിട്ട്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട്. സോ ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നിരിക്കട്ടെ. F1 ഇതിൻ്റെ. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ഫോക്കസും സെൻറ്റർ ഓഫ് കർവേച്ചറും കൂടി കടന്നു പോകുന്ന ഒരു ലൈൻ വരച്ചാലാണ് അതിനെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോക്കസ് വിൽ ഓൾവേസ് ലൈൻ ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ആ പ്രിൻസിപ്പൽ ആക്സിസിൽ ലൈറ്റ് ഒരിക്കലും ഡിവൈറ്റ് ചെയ്യില്ല, കാരണം അതിന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആയതുകൊണ്ട് അതിലേക്കൊക്കെ വരാം. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടുള്ള ലൈറ്റ് ബീംസ് നിങ്ങൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഒരു പോയിന്റിൽ വന്നിച്ച് കൺവേർജ് ചെയ്യും. ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. ഇറ്റ് വിൽ ഫോക്കസ് ടുവേർഡ്സ് ഒരു സിംഗിൾ പോയിന്റ്, ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് എ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇവിടെ നിങ്ങളൊന്ന് നോക്കിയേ, ഈ ലൈറ്റ് ബീംസൊക്കെ ഇവിടെ വന്നിങ്ങനെ കൺവേർജ് ചെയ്യുകയാണ്. സോ ഇപ്പോൾ കോൺവെക്സ് ലെൻസിന് വേറൊരു പേരും കൂടിയുണ്ട്. ദിസ് ലെൻസ് ഈസ് കോൾഡ്, ദിസ് കോൺവെക്സ് ലെൻസ് is having another name called converging lens, which converges the light. ഇതാണ് പ്രാകൃത മനുഷ്യന് പ്രയോജനപ്പെട്ടത്. അവൻ ഐസ് കട്ടയുടെ ഏതെങ്കിലും ഒരു പീസ് അവൻ്റെ കയ്യിലിരിക്കുന്ന വടിയോ കല്ലോ എന്തെങ്കിലും കൊണ്ട് പൊട്ടിച്ച് മുറിച്ചെടുത്തിട്ട് സൺലൈറ്റിൽ കാണിച്ചപ്പോഴത്തേക്ക് അത് ഒരിടത്ത് പോയിട്ട് കൺവേർജ് ചെയ്തൊരു പോയിന്റിൽ കൊണ്ടുവന്ന് അത് കത്താൻ തുടങ്ങി. അങ്ങനെയാണ് അവൻ ആദ്യമായി അങ്ങനെ ഫയർ ഉണ്ടാക്കാൻ അവൻ പഠിച്ചു. ആദ്യം വരച്ചുണ്ടാക്കാൻ പഠിച്ചു. വരച്ചുണ്ടാക്കിയതിന് ശേഷം ആണ് പിന്നെ ഇത് ലെൻസ് ഉപയോഗിച്ച് ഇതുപോലൊരു കഷ്ണമൊക്കെ ഉപയോഗിച്ച്, ഐസിൻ്റെ കഷ്ണം ഉപയോഗിച്ച് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചു. സോ ഇറ്റ് ഈസ് കോൾഡ്. അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഈ ലൈറ്റ് വന്ന് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടല്ല കേട്ടോ തീ ഉണ്ടാകുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഉണ്ട്. സൺലൈറ്റിൽ നിന്ന് എല്ലാ ടൈപ്പ് റേഡിയേഷൻസും വരുന്നുണ്ട്. നമുക്ക് കാണാവുന്നതും കണ്ടുകൊണ്ട് കാണാവുന്നതും ഇല്ലാത്തതും. ആ വയലറ്റ് റെഡ് നമുക്ക് കണ്ടുകൊണ്ട് കാണാം, വിബ്ജിയോർ. ബാക്കി അതിനപ്പുറം ഇപ്പുറം കിടക്കുന്ന റേഡിയേഷൻസും ഉണ്ട്, അതുമൊക്കെ ഈ ലെൻസിൽ വന്ന് കൺവേർജ് ചെയ്യും. അപ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ്, റെഡിൻ്റെ അപ്പുറമുള്ള വേവ് ലെങ്തുള്ള ഫ്രീക്വൻസീസുള്ള ആ റേഡിയേഷൻസ് വന്ന് ഇങ്ങനെ വീഴുമ്പോഴത്തേക്കാണ് അതിന് ടെമ്പറേച്ചർ, അത് ചൂടാണ്, നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ, കാണാൻ പറ്റില്ല. അപ്പോൾ ആ ചൂടെല്ലാം കൂടി കൺവേർജ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ തീപിടുത്തം ഉണ്ടാകുന്നത്. ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ദ ലൈറ്റ് ദാറ്റ് ഗിവ്സ് ടെമ്പറേച്ചർ, റൈസസ് ദ ടെമ്പറേച്ചർ. തീ ഉണ്ടാകാൻ കാരണം ഇതാണ്. അല്ല വലിയൊരു ബൾബ് നിങ്ങൾ കത്തിച്ച് വെച്ച്, ഇൻകാൻഡസൻ ബൾബല്ല, വെറുതെ ഒരു LED ബൾബ് ഇങ്ങനെ നമ്മൾ വലിയൊരു ബൾബ് കത്തിച്ച് വെച്ചും ലെൻസിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തീയൊന്നും ഉണ്ടാവില്ല. കാരണം തെർമൽ റേഡിയേഷൻസ്, heat radiations coming from the sun will get focused at a particular point. അപ്പോൾ ആ ഭാഗത്ത് ടെമ്പറേച്ചർ പെട്ടെന്ന് കൂടും, തീ ഉണ്ടാകും. സോ കോൺവെക്സ് ലെൻസസ് ആർ ഓൾസോ കോൾഡ് കൺവേർജിങ് ലെൻസസ്. അപ്പോൾ കോൺവെക്സ് ലെൻസിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ് എന്താണെന്ന് മനസ്സിലായി, പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് മനസ്സിലായി. നൗ ദർ ഈസ് എ ടേം കോൾഡ് ഓപ്റ്റിക്കൽ സെൻറ്റർ. ഈ ലൈനാണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്.
ഈ പ്രിൻസിപ്പൽ ആക്സിസും ലെൻസിൻ്റെ സെൻറ്റർ എന്ന് പറയുന്ന ഈ പാർട്ടാണ്. ഇതിനെയാണ് ഒപ്റ്റിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത്, കോൾഡ് ഒപ്റ്റിക്കൽ സെൻറ്റർ. നൗ വി ഹാവ് ടു ലേൺ അനദർ ടേം കോൾഡ് അപ്പർച്ചർ. സ്പെറിക്കൽ മിറേഴ്സിലെ പോലെ തന്നെ അതിൻ്റെ വീതിയാണ്, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസിനെയാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്, ഹൈറ്റ് ഓഫ് ദി ലെൻസ്. ദിസ് ഈസ് കോൾഡ് അപ്പർച്ചർ. ഇതിനെയാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ വലിയ ലെൻസ് ആണെങ്കിൽ വലിയ അപ്പർച്ചർ, ചെറിയ ലെൻസ് ആണെങ്കിൽ ചെറിയ അപ്പർച്ചർ. സോ ദാറ്റ് ഈസ് ദ അപ്പർച്ചർ, ദ ഹൈറ്റ് ഓഫ് ദ ലെൻസ്, അല്ലെങ്കിൽ ദ ഡയമീറ്റർ ഓഫ് ദ ലെൻസ്. ആ ലെൻസ് ഇങ്ങനെ വെറുതെ നിവർത്തി വെച്ചിട്ട് നിങ്ങൾ സ്കെയിൽ കൊണ്ട് എണ്ണിയാൽ ദാറ്റ് ഈസ് കോൾഡ് ദ അപ്പർച്ചർ. സ്കെയിൽ കൊണ്ട് അളന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ അപ്പർച്ചർ. ഓക്കെ, അപ്പം നമുക്ക് കോൺകേവ് ലെൻസിൻ്റെ കാര്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാം ഇതൊന്ന് ഡിഫൈൻ ചെയ്തിട്ട് നമുക്കതിൻ്റെ നോട്ടിലേക്ക് പോകാം. സി, ദിസ് ഈസ് എ കോൺകേവ് ലെൻസ്. രണ്ട് സ്ഫിയറിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത്, വലിയൊരു ട്യൂബായിരുന്നു ഇത്, അതിൽ നിന്ന് രണ്ട് സ്ഫിയറിൻ്റെ ഭാഗം മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ യു ഗോട്ട് എ പീസ് ലൈക്ക് ദിസ് വിച്ച് ഈസ് മാർക്ക്ഡ് ഇൻ റെഡ്. അപ്പോൾ ഇതിന് രണ്ട് സർഫസ് ഉണ്ട്. ഒന്നിത്, ദിസ് സർഫസ് ഈസ് ടേക്കൺ ഫ്രം ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ ഹൂസ് സെൻറ്റർ ഈസ് E1 ആൻഡ് ദ റേഡിയസ് ഈസ് R1. ഒരു കാര്യം എടുക്കണം, കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും നിങ്ങൾ പടം ഏതെങ്കിലും രീതിയിൽ റേഡിയസൊക്കെ വരയ്ക്കുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ, നിങ്ങൾ വരയ്ക്കുന്ന പടത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളെപ്പോഴും R1ഉം C1ഉം മാർക്ക് ചെയ്യണം. അത് കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും. റൈറ്റ് സൈഡിൽ നിങ്ങൾ R2ഉം C2ഉം വർക്ക് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഈ സർഫസിൻ്റെ സ്പിയറാണ് R1 എന്ന് നമ്മൾ C1ഉം R1ഉം ആയിട്ടെടുത്തു. ഇത് R2ഉം C2 ആയിട്ടെടുത്ത് ആ സൈഡിൽ തന്നെയാണ്. പക്ഷേ കോൺവെക്സ് ലെൻസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പുറത്തെ സർഫസാണ്, എൻ്റെ സ്പിയറാണ് R1ഉം ഇത് C1ഉം ആയിട്ട് വരാൻ പോകുന്നു. മനസ്സിലായി? ഈ സൈഡിലെയാണ്. പക്ഷേ കോൺകേവ് ലെൻസിൻ്റെ എപ്പോഴും ഈ സൈഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും ഓർക്കുക, ലെഫ്റ്റ് സൈഡിലുള്ള സ്പിയർ നിങ്ങളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലുള്ള സ്പിയർ C1ഉം R1ഉം, റൈറ്റ് സൈഡിലുള്ള സ്പിയർ C2 R2, കോൺകേവ് ആയാലും കോൺവെക്സ് ആയാലും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഓഫ് റേഡിയസ് ഓഫ് കർവച്ചർ, ഇതിനും ഉണ്ട് രണ്ട് റേഡിയസ് ഓഫ് കർവച്ചർ. ഫസ്റ്റ് വൺ ഈസ് R1, അനദർ വൺ ഈസ് R2. രണ്ട് സെൻറ്റർ ഓഫ് കർവച്ചേഴ്സ് ഉണ്ട്, C1 ആൻഡ് C2. ദെൻ പ്രിൻസിപ്പൽ ഫോക്കസും ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. Here will be the principal focus F1 and here it will be F2. രണ്ട് പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട്. ദെൻ പ്രിൻസിപ്പൽ ആക്സിസ്, ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്. ദെൻ ഒപ്റ്റിക്കൽ സെൻറ്റർ. ഒപ്റ്റിക്കൽ സെൻറ്റർ is the center of the sphere from where this glass is cut out. അതായത് ഈ ഗ്ലാസിൻ്റെ, ഈ ലെൻസിൻ്റെ അത് ഏത് മിററിൻ്റെ, ഏത് സ്പിയറിൻ്റെ പാർട്ടാകുന്നോ അതിൻ്റെ സെൻറ്ററാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് curvature. So naturally it will have two center of curvature. Then this is the optical center. This is optical center. Now we come to aperture. Aperture is the length of this part. This is called aperture. ഈ ലെങ്തിനെയാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു കോൺകേവ് ലെൻസ് ഉണ്ടെങ്കിൽ ആ രണ്ട് എഡ്ജും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ്, ആ ഡയമീറ്ററാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. സിമിലർ ടു സ്പെറിക്കൽ മിറേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻസ് ഓരോന്നിനെ ഡിഫൈൻ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്: അപ്പർച്ചർ, സെൻറ്റർ ഓഫ് കർവേച്ചർ, റേഡിയസ് ഓഫ് കർവേച്ചർ, പ്രിൻസിപ്പൽ ഓഫ് ഫോക്കസ് ഓഫ് എ ലെൻസ്, ഓഫ് എ സ്പെറിക്കൽ ലെൻസ്. മനസ്സിലായി? ലെൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്പെറിക്കൽ ഓഫ് എ ലെൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഓരോന്നും ഞാൻ ഇവിടെ എഴുതിയിടാം, അത് നിങ്ങളൊന്ന് കോപ്പി ചെയ്തെടുക്കുക. Now let us see the definitions. നിങ്ങൾ ഇതൊന്ന് എഴുതിയെടുക്കുക. ആദ്യം സെൻറ്റർ ഓഫ് കർവേച്ചർ, സി. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്താണ്? സെൻറ്റർ ഓഫ് കർവേച്ചർ സി ഓഫ് ദ സർഫസ് ഓഫ് എ ലെൻസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സ്പിയർ ഓഫ് വിച്ച് ഇറ്റ് ഫോംസ് എ പാർട്ട്. സിൻസ് ലെൻസ് ഹാസ് ടു സർഫസസ്, രണ്ട് സർഫസ് ഉണ്ട്, ഇറ്റ് ഹാസ് ടു സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ C1 ആൻഡ് C2. ഇനി റേഡിയസ് ഓഫ് കർവേച്ചർ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ R. The radius of curvature R of a surface of a lens is the radius of the sphere of which it forms a part. Since the lens is having two surfaces, it has two radii of curvature.
രണ്ട് റേഡിയൈ ഓഫ് കർവേച്ചർ ഉണ്ട്. ദാറ്റ് ഈസ് R1 ആൻഡ് R2. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി പ്രിൻസിപ്പൽ ആക്സിസിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡെഫിനിഷനുണ്ട്. ഇറ്റ് ഈസ് എ ലൈൻ, മറ്റേ നമ്മൾ ഫോക്കസ് ഒന്നും പറഞ്ഞിട്ടില്ല, ആ ഫോക്കസിനകത്തും കൂടി പോകുന്ന ലൈനാണ് സെൻറ്റർ ഓഫ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. പക്ഷേ രണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചേഴ്സ് ഉള്ളതുകൊണ്ട് എന്ത് പറ്റാം, നമുക്ക് രണ്ട് സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ രണ്ട് സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചറിൽ കൂടി പാസ് ചെയ്യുന്ന ആ ലൈനാണ് പ്രിൻസിപ്പൽ ആക്സിസ്. വി ക്യാൻ എക്സ്പ്ലെയിൻ ഇൻ ദാറ്റ് വേ ഓൾസോ. സോ ഇറ്റ് ഈസ് ദ ലൈൻ പാസിങ് ത്രൂ ദ ടു സെൻറ്റേഴ്സ് ഓഫ് കർവേച്ചർ ഓഫ് ദ ലെൻസ്. അപ്പോൾ ഇത്ര എഴുതിയെടുക്കുക. ഇനി ബാക്കിയുള്ള ഡെഫിനിഷൻ അടുത്ത് എഴുതാം. ഓക്കെ.